എൻ്റെ കുട്ടി നോക്ക എൻ്റെ പിന്നാലെ വരുന്നേ. ഞാൻ പോവാ, നീ 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ കാണുള്ളൂ. ടാറ്റ 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 പറയ്, ടാറ്റ ഗായ്സ്. അപ്പം എല്ലാവരും ഞാൻ പോവുകയാണ് ഗായ്സ്. ഞങ്ങൾ കൊടുകിലേക്ക് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടെ വേറെ ആരും വരുന്നില്ല. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ കുറേ പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ പോകുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞങ്ങളൊന്ന് പറഞ്ഞത്. അപ്പോൾ കുതിരയിൽ ഇതാണ്ട് കൊമ്പമീശ വെച്ചിട്ട് കണ്ടോ, കൊമ്പമീശയൊക്കെ വെച്ചിട്ട് കുതിരേമ പോകുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വേഷങ്ങൾ ഞാൻ കാണിച്ചുതരാം. കുതിരേമ പോകുന്നുണ്ട്, പിന്നെ വക്കീലുമാരമാര് ആൾക്കാരുണ്ട്, വെട്ടത്തിലൊക്കെ പോകുന്നുണ്ട്. പഠിച്ചോനെ ഇതെന്താണ് നിങ്ങൾ പറഞ്ഞു തരണം. നമ്മുടെ നാട്ടിൽ ഉത്സവത്തിന്റെ പോലെ എന്തോ സംഭവമാണ് അല്ലേ? വെട്ടിവത്തിയൊക്കെ ഉള്ളതുകൊണ്ട് പോലീസുകാർ ഒപ്പം ഉണ്ട് കേട്ടോ. ക്യാമറ ഒപ്പം ബാക്കില് TV ചാനലിലൊക്കെ തോന്നുന്നുണ്ട്. ഇത് വക്കീലുമാരാടാ. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. അത് നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ കൂർഗിലെ കംപ്ലീറ്റ് ആൾക്കാർ വന്നിട്ട് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു എല്ലാവരോടും പരിപാടി. എൻ്റെ അമ്മായിമാരല്ലേ ഇത് എല്ലാവരും ഈ പരിപാടിയൊക്കെ. ഇവരുടെ ഡ്രസ്സിങ് തന്നെ നല്ല രസം കിട്ടും കാണാൻ. നമ്മൾ കോടതിയിൽ ജഡ്ജൊക്കെ ഇരിക്കണ മാതിരത്തെ ആണുങ്ങളും പിന്നെ പെണ്ണുങ്ങൾ പഴയ നമ്മൾ സിനിമയൊക്കെ കാണുന്നില്ല അതേപോലത്തെ ഇതൊക്കെയാണ്. ബാൻഡ് മേളൊക്കെ ഉണ്ട്. മക്കളെ അപ്പം നമ്മളെ കൊടുകിലെത്തിയിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് വന്നതാണ് കേട്ടോ. അതായത് ഇവിടെ ഈ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഇങ്ങനെ കൂപ്പൺ വെച്ചെങ്ങാണ്ട് വിജയികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് വീട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തായിരുന്നു ഒരു ഫോർച്യൂണർ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ വേറൊരു സംഭവമാണ്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊടുക്കുക. കാരണം ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മളെ ഒരു ഫംഗ്ഷന് ക്ഷണിച്ചതാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, അൻഷിഫുണ്ട്, ആശയുണ്ട്, അതുപോലെ എല്ലാവരും നമ്മൾ കൂടെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആദ്യം ഓരോ കൂപ്പണൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ഇതല്ല സമ്മാനം. മെയിൻ സമ്മാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഉൾപ്പെടെ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കുക്കറും കിട്ടും. കൂടാതെ അതിൽ ഫസ്റ്റ് പ്രൈസ് ആവുന്നവർക്ക് വീട്, സെക്കൻഡ് പ്രൈസ് ആവുന്നവർക്ക് വീട്, തേർഡ് പ്രൈസും വീട്, മൊത്തത്തിലൊരു 150 സമ്മാനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫംഗ്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹോട്ടലിൻ്റെ പേര് വെച്ചാൽ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളെ ഹോട്ടലിൻ്റെ പേര് വരുന്നത് ലാക്ക് വ്യൂ എന്നാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഒട്ടകവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ ഇതാ നിൽക്കണം. നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോഴൊക്കെ നൈറ്റായിട്ട് നമുക്ക് ഏകദേശം ഇവിടുന്ന് യാത്രക്ക് അത്യാവശ്യം ദൂരമുണ്ട്. നമ്മളിനി കുട്ട വഴി അങ്ങനെ കയറണം. അപ്പോൾ എന്തായാലും ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. നല്ല അടിപൊളി ഹോട്ടലെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളെ അത്ര കാര്യങ്ങൾ, കുക്കിങ്, ജ്യൂസ് സെക്ഷന്, മൊത്തത്തിൽ എന്തായാലും മസാല അടിപൊളിയാണ്. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നിയിട്ടോ. കാരണം നമ്മളെ നാട്ടിലാണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂർഗിലാണ്. ഇപ്പോൾ മുകളിൽ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ വെറൈറ്റി ഫുഡുകളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടുകാരൊന്നും ഇല്ലാത്ത ഒരു യാത്രയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ, അതും കൂടി ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. അപ്പോൾ ഇവിടെ മജിലിസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരുപാട് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് കൂർഗ്? എങ്ങനെയുണ്ട്?
കൂർഗ് എങ്ങനെയുണ്ട്? ഉഷാറാണ്, ഒന്നും പറയാനില്ല, ഉഷാറാണ്, അടിപൊളിയാണ്. ഹോട്ടലൊക്കെ ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. ഒരുപാട് ഐറ്റംസ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടു എന്തായാലും ഭയങ്കര ഒരു ആംബിയൻസ് സൂപ്പറാണ്, അടിപൊളിയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു അല്ലേ നമ്മുടെ ഒരു നമുക്ക് ഇരുന്നിട്ട് എല്ലാവരും കൂടി കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ആയിട്ടുള്ള മജിലിസിന്റെ ഇവിടെ നിസ്കാർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്, എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. അതെ, ഞങ്ങൾ എല്ലാരും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുകിലാണുള്ളത്. എന്താ നമ്മളെ പ്രശസ്ത ഗായകനുണ്ട്. ഗായകനോ? പിന്നെ പേര് മുന്നേ പരിചയപ്പെട്ടിരിക്കണം. പിന്നെ ഇരട്ട കുട്ടികളുടെ അമ്മ ഉണ്ട്. അച്ഛൻ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛനെ നമുക്ക് കുറച്ചായിട്ട് കാണാം. നൗഫലാനോട് കാര്യം ചോദിക്കട്ടെ, ഈ ഇവിടെ പാട്ട് കേട്ടിരുന്നോ? പാടുവോ? നല്ല ഒരു 2 വരി അതല്ലേ ഏത് നമ്മളെ തെലുങ്കില്ലേ? പാടിക്കോ, പാടിക്കോ, നല്ല രസം ഉണ്ടാവും. ഞാനോ? ധൈര്യത്തിന് ഞങ്ങളുടെ വീഡിയോ പാടിക്കോളി, പാടിക്കോളി. അടുത്തതായി വേദിയിൽ കുട്ടികളുടെ രണ്ടാളും പാടും ഡയലോഗ് പാടാൻ പറയണം. അത് ആ പാട്ടല്ലേ പാടിക്കോളി, പാടിക്കോളി. അപ്പൊ നല്ല ക്ലിയർ ഉണ്ടോ? ചർച്ച ചെയ്യാനൊന്നും നേരമല്ലോ, വേഗം പാടുക. ക്യാമറ ഓണാക്കി അപ്പം പാടുന്നു. ഓക്കെ, ഓർക്കാൻ പാടിക്കോളി. కోపం నువ్వే కోపంలో నాది దీపం నువ్వే దీపంలో నీ వెళ్తూ నువ్వే ప్రాణానిలా వెలిగించావే నిన్ను నిన్నుగా తొణించనా నన్ను నన్నుగా అందించనా అన్ని వేళలా తొడుందనా జన్మ జన్మల చండవ్వనా. എനിക്ക് 2 വാക്ക് പറയാണ്ട്. എന്താന്ന് വെച്ചാൽ ഇത്രയും നന്നായിട്ട് പാടിയിട്ട് ഒരു പാടാൻ അറിയില്ല പറ്റൂല കേട്ടോ. അതെ, അടിപൊളിയായിട്ട് പാടിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും നന്നായിട്ട് പാടി. നമ്മൾ ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പിരിയും. മട്ടൺ സൂപ്പോ ഗൈസ്? മട്ടൺ സൂപ്പാണ്. ഇതൊക്കെയാണ് ആടിന്റെ വില പിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അതെന്താന്ന് ഞാൻ ഇതിൽ പറയുന്നില്ല, എല്ലാം ഉണ്ട് ഇതിൽ കേട്ടോ. മട്ടൺ സൂപ്പ് ഇതൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ മരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചങ്ങായിമാരെ നിങ്ങൾ മരിച്ചു? തൊണ്ടേ കുടുങ്ങി മരിക്കണോക്കെ സ്വർഗം മാമാ, സ്വർഗം. പറഞ്ഞ ഇതാണ് ഫുഡ്. തോണി എന്ന് പറഞ്ഞ തോണി കപ്പൽ ഒഴുകുമ്പോഴാണ് ഒഴുകി ഒഴുകി വരുന്നത് പൊന്നാറിന്റെ മക്കളെ. എന്തൊക്കെയല്ലേ? ഹോട്ടലിൽ എന്തൊക്കെയുള്ള പറഞ്ഞു? തന്തൂരി പ്ലട്ടർ, അറബിക് ഫാമിലി പട്ടർ, ഹോട്ട് ചിക്കൻ വിങ്സ്, റഷ്യൻ സലാഡ്, ഐറ്റംസുകളൊന്നും പറയാല്ല. ഞങ്ങളെ തരിച്ചു, ഞാനടക്കം തരിച്ചു. ഇത്ര നേരം പട്ടിണി ഇവിടെ ഫുള്ളാക്കിട്ടേ പോകുള്ളൂ. ചുറ്റൊരു ബ്ലോഗർമാരെ കൊണ്ട് ഒരു കളി അവിടെ. മൊത്തത്തിൽ എന്തായാലും സംഭവം അടിപൊളിയായി. നല്ലൊരു ഫുഡും കാര്യങ്ങളും നല്ലൊരു ഭക്ഷണവും എല്ലാം സെറ്റാക്കി. അപ്പം എന്തായാലും ഈ ഒരു ഹോട്ടൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, നമ്മുടെ ലേക്ക് വ്യൂ. ഓക്കെ, അപ്പം എന്തായാലും ഞങ്ങളിത് കഴിഞ്ഞ് നേരെ നാട്ടിലോട്ട് തിരിക്കുകയാണ്. ചെറിയൊരു ഫംഗ്ഷനാണ് നെക്സ്റ്റ് വീഡിയോ.